الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. هدي അൽഹംദുലില്ലാഹ്, നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു. മദീന എന്ന് കേൾക്കുമ്പോൾ ഓരോ മുഅ്മിനിന്റെയും മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ്, ഒരാവേശമാണ്. കാരണം ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന كما يئرز الحية إلى جحرها شفيعنا محمد رسول الله صلى الله عليه وسلم. ഞാൻ പറഞ്ഞു വന്നത്, പോകുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്കാണ്. അവിടത്തോടുള്ള മഹബ്ബത്ത് അത് മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ഈ വെള്ളം താഴ്ക്കുകയും ലാ യുഅ്മിനു അഹദുക്കും حتى أكون أحب إليه من والده وولده والناس أجمعين. സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാൾ എന്നാണോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി മാറുന്നത്, അന്ന് മാത്രമാണ് നിങ്ങളുടെ ഈമാൻ അത് പരിപൂർണമാകുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്രമേൽ നമുക്ക് വേണ്ടി പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് മുത്തുനബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടില് ഒടുങ്ങിക്കൂടി ഇബാദത്തെടുത്തിരുന്നിരുന്നുവെങ്കിൽ മക്കക്കാർ മുത്തുനബിയെ പൊന്നുപോലെ സംരക്ഷിക്കുമായിരുന്നു. അതേസമയം ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തണമെന്ന ഒറ്റ ലക്ഷ്യത്തില് പ്രബോധന ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാസങ്ങളോളം ശുഅബ് അബീ താലിബിൽ പട്ടിണി കിടക്കേണ്ടി വന്നത്, ആ ഭൂമേനിയിൽ കല്ലേറ് കൊണ്ട് രക്തം പൊടിഞ്ഞത്, ആ നെറ്റിത്തടത്തിലെ വെട്ടേറ്റ് കണ്ണിലൂടെ രക്തമൊഴുകിയത് ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി, ഒരൊറ്റ ആഗ്രഹത്തിനു വേണ്ടി. ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും സ്വർഗത്തിലെത്തണം. അർശിന്റെ താഴെ നമുക്ക് വേണ്ടി സുജൂദിൽ കിടന്ന് കരയുന്ന ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുത്തുനബിയോടല്ലേ നമുക്ക് മഹബ്ബത്ത് ഉണ്ടാവേണ്ടത്. ഇൻഷാ അല്ലാഹ് അവിടുത്തെ ചാരത്തേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, അവിടത്തോടുള്ള മഹബ്ബത്ത് അത് എല്ലാത്തിനേക്കാളും വലുതാവണം. ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതെന്റെ ഹബീബിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇതെന്റെ ഹബീബിന് ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ് പക്ഷേ എന്റെ ഹബീബിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നത്. അല്ലാഹു മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അസ്ർ നിസ്കരിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൗകര്യം പോലെ നോക്കാം. കുതിരാൻ അതിലെ കൂടെ അല്ലേ പോവാം.
നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു പള്ളി കാണുന്നുണ്ടല്ലോ അല്ലെ, വലിയ പള്ളി. ആ പള്ളിയാണ് മസ്ജിദ് ആയിഷ. ഹറമിന്റെ അടുത്ത് ഏറ്റവും അടുത്താണ് ആയിഷ പള്ളി. ഇവിടെ വന്ന് ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഇവിടെ വന്ന് ഇഹ്റാം ചെയ്തത് കൊണ്ടാണ് മസ്ജിദ് ആയിഷ എന്ന പേര് ഇതിന് ലഭിക്കുന്നത്. അതിന്റെ തൊട്ട് ഫ്രണ്ടിലായി ഒരു ചെറിയ ഗേറ്റ് കാണാം, റൈറ്റ് തന്നെ കാണാം ചെറിയൊരു ഗേറ്റ്. ഹജ്ജുൽ ഹറം, ഹജ്ജുൽ ഹറം എഴുതിയത് അതാണ് ഹറമിന്റെ അതിർത്തി. ഇപ്പൊ നമ്മൾ ഹറമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിശാലമാണ് ഹറം എന്ന് ചുരുക്കം. ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ മഹദിയുടെ ചാരത്ത് നിന്നാണ് നമ്മൾ വരുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങളൊക്കെ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ഉമ്മയാണ്. ഇസ്ലാം പ്രതിസന്ധി നേരിട്ട സമയങ്ങളിലൊക്കെയും മുസ്ലിമീങ്ങൾക്കൊരു ശക്തിയായിരുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. മക്കയിലെ വലിയ കോടീശ്വരിയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. പക്ഷേ അവിടുന്ന് വഫാത്താകുന്ന സമയം അവിടുത്തെ കഫൻ ചെയ്യാൻ പോലും വസ്ത്രം തികയാത്ത വിധം സമ്പത്ത് മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ചു ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹ. ഇത്രമേൽ മുത്തുനബിയെയും ഇസ്ലാമിനെയും സഹായിച്ചവരാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബിക്ക് വല്ലാത്ത ഇഷ്ട ഖദീജ ബീവിയോട്. അവിടുത്തെ ആണ്ട് വരുമ്പോ എല്ലാ വർഷവും ആടിനെ അറുത്ത് അതിന്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് കൊടുത്തയക്കാറുണ്ടായിരുന്നു എന്ന് കിതാബുകളിൽ കാണാം. ആ ഖദീജ ബീവിയുടെ ചാരത്തിൽ നമ്മൾ വരുന്നത് ആ ചെറിയ മതിൽക്കെട്ട് ശ്രദ്ധിച്ചില്ലേ? റോഡ് സൈഡിൽ ഒരു മഞ്ഞ മതിൽ കെട്ടേണ്ടില്ലേ? ആ കാറ് നിർത്തി അവിടെയാണ് ബീവി മൈമൂന റളിയല്ലാഹു അൻഹയുടെ മഖ്ബറയുള്ളത്. സലാം പറയെല്ലാവരും. അസ്സലാമു അലൈക്കും യാ ഉമ്മുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭാഗത്താണ് തമ്പടിച്ചിരിക്കുന്നത്. അതായത് ഈ പള്ളി നിൽക്കുന്ന ഈ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തമ്പടിച്ചത് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച സ്ഥലമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മുകളിൽ ഒരു ഷീറ്റാണ് ഇങ്ങനെ ഉണ്ടായത്. നമ്മൾ കാർപ്പായൊക്കെ കെട്ടുന്ന പോലെ മുകളിൽ 4 ഭാഗം തുറന്നിട്ടിരിക്കുക. ശത്രുക്കൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് 4 ഭാഗം തുറന്നിട്ടിട്ട് മുകളിൽ ഇങ്ങനെ ഷീറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അതിന് പറയുന്ന പേരാണ് ഹരീസ്. അതുകൊണ്ടാണ് ഇവിടെ നിർമ്മിച്ച പള്ളിക്ക് മസ്ജിദുൽ ഹരീസ് എന്ന് പറയാനുള്ള കാരണം. ഈ പള്ളിയുടെ പേര് മസ്ജിദുൽ ഹരീസ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നിർമ്മിച്ച. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പിന്നെ മഴ പെയ്ത സമയത്ത് സ്വഹാബാക്കൾ ഇങ്ങനെ ഹൗദ് രൂപത്തിൽ നിർമ്മിച്ചല്ലോ വെള്ളം. അത് ഈ കാണുന്നതാണ്. ഇതാണ് ഹൗദ്. പണ്ട് അന്ന് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരുന്നത്. അതിന്റെ ഒരു അടയാളം എന്നുള്ള നിലക്കാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത്, അതിങ്ങനെ സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ശത്രുക്കളിൽ 70 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊല്ലപ്പെടുകയും 70 ആളുകളെ തടങ്കലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ 70 ആളുകളെ കൊല ചെയ്യപ്പെട്ട ആളുകളിൽ ചത്തുപോയ ആളുകളെ ഒറ്റ കിണറ്റിലാണ് കുഴിച്ചിട്ടത്. ആ കിണർ, ആ മതിലത് കാണുന്നത്, ആ മതിലിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കിണർ കാണും. അതിപ്പോൾ മൂടിയിട്ട് ഒരു 6 മാസത്തോളമായിട്ടാണ് അത് മൂടിയത്. ആ കിണറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 70 ആളുകളെയും കുഴിച്ച് മൂടിയത്. എന്നിട്ട് 70 ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത് എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ദൈവം പറഞ്ഞതാണോ ശരി, അല്ല എൻ്റെ റബ്ബ് പറഞ്ഞതാണോ ശരി എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നബി, അവരൊക്കെ ചത്തുപോയില്ലേ, ഇനി അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മളെക്കാളും കൂടുതൽ കേൾക്കുന്ന ആളുകളാണ് ആ മരണപ്പെട്ട് കിടക്കുന്ന, ആ ചത്ത് കിടക്കുന്ന.
പർവ്വതമാണ് ജബൽ മലായിക. ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടാണ് മുസ്ലിമീങ്ങൾ സഹായിച്ചത്. നമ്മൾ പറഞ്ഞു ആ മലക്കുകൾ ഇറങ്ങിയ മലയാണ്, ബദറിലേക്ക് ഇറങ്ങിയ മലയാണ് ജബൽ മലായിക. ഈ മണൽക്കൂനയായി നിൽക്കുന്ന ഈ പർവ്വതം ഇവിടേക്കൊന്നും സാധാരണ വരാറില്ല. നിങ്ങളൊക്കെ പുതിയ ആളുകളാണ്, ഒന്ന് കാണിച്ചു കൊടുത്തൂടെ എന്ന് ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഇതിൽ കൊണ്ടുവന്നതാണ്. അല്ലാഹു നമ്മുടെ ഡ്രൈവർക്ക് വർക്കത്ത് ചെയ്യട്ടെ. അവിടെ ഇന്ന് പറയാൻ ഞാൻ പറയുന്നത് മണല് മാത്രമല്ലേ. അങ്ങനെ അബൂ സുഫിയാന്റെ വിവരമെത്തി. ഞങ്ങൾ മറ്റൊരു മാർഗത്തിലൂടെ വഴിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അബൂ ജഹൽ പറഞ്ഞു, എന്നാ പിന്നെ നമ്മൾ യുദ്ധത്തിന് പോവണ്ട. നമ്മൾ ഒരാൾ ഇഹ്റാം ചെയ്ത് നിൽക്കണം, അതേപോലെ മുനാദ് നിൽക്കുന്നത്. കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡില് താഴെ ഒരു വലിയ മുനാറുള്ള പള്ളി. ആ പള്ളിയാണ് ബിഅറു അലി എന്നൊക്കെ പേരുള്ള മദീന മീഖാത്ത്. റോഡിന്റെ രണ്ടു ഭാഗത്തും ചെറിയ കമാനങ്ങൾ കാണാൻ കഴിയും. റോഡിന്റെ രണ്ടു ഭാഗത്തും 2 ഗേറ്റുകൾ. അൽഹംദുലില്ലാഹ്, നമ്മള് മദീന ഹറമിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മദീന ഹറം, നമ്മൾ ഈ കണ്ട മീഖാത്ത്, ഹറമിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ മദീന മീഖാത്ത്, ബിഅറു അലി എന്ന പേരുള്ള ഈ മീഖാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത മീഖാത്ത് കൂടിയാണ്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും വിശുദ്ധ ഹറമിലേക്ക് ഹജ്ജും ഉംറയും ആഗ്രഹിച്ചു വരുന്നവർ അവർക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിശ്ചയിച്ചു നൽകിയ സ്ഥലങ്ങൾക്കാണ് മീഖാത്ത് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഖുബായിലേക്കാണ്, മസ്ജിദ് ഖുബായിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജനിച്ചു, മദീനയിലേക്ക് ഹിജറ പോകുന്നതാണ്. ഹിജറയുടെ ചരിത്രം നീണ്ട ചരിത്രമാണ്. വിശാലമായി വിശദീകരിക്കാൻ പറ്റിയ അവസരമല്ല ഇപ്പോ. ചെറിയ വിശപ്പ് നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മക്കയിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കാൻ മദീനക്കാരായ സ്വഹാബത്ത് ഇത് കാണുന്നുണ്ട്. എപ്പോഴും പറയും, ഹബീബേ നിങ്ങൾ മദീനയിലേക്ക് വരണം, നിങ്ങൾ മദീനയിലേക്ക് വരണം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മദീനയിൽ ഞങ്ങൾ ഒരുക്കി തരാം, നിങ്ങളൊന്ന് മദീനയിലേക്ക് വരണം. പക്ഷേ പിറന്നു വീണ മണ്ണിനോട് സലാം പറയാൻ ആർക്കാണ് കൊതിയുണ്ടാവുക? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സമ്മതം നൽകിയിട്ടില്ല. കാലങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ കടുപ്പം കൂട്ടുകയാണ് ശത്രുക്കൾ. ഒരു വേള കഅബ ശരീഫിന്റെ അടുത്ത് ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിക്കാൻ. 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്ന് 100 ബെൻസ് കിട്ടുന്നതിന് തുല്യമാണ്. മുത്തുനബി അന്വേഷിച്ചുകൊണ്ട് 4 ഭാഗത്തേക്കും ശത്രുക്കൾ ചിതറിയോടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുത്തുകൊണ്ടുവരാൻ. ആ സമയത്ത് റബ്ബിന്റെ നിർദ്ദേശം വരുന്നു, മദീനയിലേക്ക് ഹിജറ പോകാൻ. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബിയുടെ വിരിപ്പിൽ കിടത്തി ഒരു കയ്യില് ഒരൽപ്പം മണലെടുത്ത് യാസീനിലെ ചില ആയത്തുകൾ ഓതി എറിഞ്ഞ് ശത്രുക്കളുടെ കണ്ണിലേക്ക് അതെല്ലാം വിതറി. കണ്ട കാണാത്തൊരവസ്ഥയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയ ചരിത്രം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, ഞാൻ ചുരുക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിലേക്ക് വരാൻ. ഈ വിവരം മദീനക്കാർ അറിയുന്നു. മദീനക്കാർക്ക് വല്ലാത്ത സന്തോഷമായി. എത്ര നാളായി നമ്മളെ കാത്തു നിൽക്കുന്നു ഈ ഒരു അവസരത്തിന് വേണ്ടി. മദീന മുഴുവൻ, മദീനയിലെ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും
മദീനയുടെ ബോർഡറിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ് മുത്തുനബിയെ സ്വീകരിക്കാൻ. ഇന്നത്തെ പോലെ ഫോൺ സംവിധാനങ്ങളോ സോഷ്യൽ മീഡിയയോ ഇല്ലാത്ത കാലം. എവിടെ എത്തിയെന്നറിയാനൊരു മാർഗമില്ല. രാവിലെ വന്നു നിൽക്കും മദീനയുടെ ബോർഡറിൽ, വൈകുന്നേരം വരെ നൃത്തം തുടരും. വൈകുന്നേരമാകുമ്പോ ഉയരങ്ങളിൽ കയറി ദൂരേക്ക് നോക്കും. വല്ല അനക്കവും കാണുന്നുണ്ടോ? ഇല്ല, അവർ മടങ്ങിപ്പോകും. അടുത്ത ദിവസവും രാവിലെ ഇങ്ങനെ വന്നു നിൽക്കും. അങ്ങനെ ഒരു ദിവസം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് ഇങ്ങനെ നടന്നുവരാണ്. മദീനക്കാർക്ക് വല്ലാത്ത സന്തോഷമായി. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു ഗേറ്റ് കാണാൻ കഴിയും. മദീന ഗേറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഹിജ്റയുടെ ആ ആഗമനത്തെ സ്മരിച്ചുകൊണ്ടുണ്ടാക്കിയതാണ്. ഇവിടെ നിന്നല്ല നബി തങ്ങളെ സ്വീകരിച്ചത്. മുത്തുനബിയെയും സ്വഹാബത്തിനെയും മദീനയിൽ നിന്ന് മദീനക്കാർ സ്വീകരിച്ചത് സനിയത്തുൽ വദാ എന്ന സ്ഥലത്ത് വെച്ചാണ്. പക്ഷെ അതിന്റെ സ്മാരകമായിട്ട് നിർമ്മിക്കപ്പെട്ട ഗേറ്റാണിത്. ചുരുക്കത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളായ സ്വഹാബത്ത് മദീനയിലെത്തി. മദീനക്കാർക്ക് വല്ലാത്ത സന്തോഷമായി. സന്തോഷത്തിന് ആഹ്ലാദത്തിന് ബഫ് കൊട്ടിയിട്ട് പാട്ടുപാടിയിട്ടവർ മുത്തുനബിയെ സ്വീകരിക്കാൻ എന്ന ബീത്ത് പാടിയിട്ട് ഇങ്ങനെ ബഫ് കൊട്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആനയിക്കാണ് മദീനയുടെ തെരുവീതികളിലൂടെ. മദീനയുടെ തെരുവിലൂടെ ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടന്നു നീങ്ങുമ്പോ ഓരോരുത്തരും അവനവന്റെ വീടിന്റെ ഫ്രണ്ടിലെത്തുമ്പോ മുത്തുനബിയുടെ കുതിരയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണിങ്ങനെ വലിച്ചു നോക്കും. ഇന്നത്തെ രാത്രി എന്റെ ഹബീബിനെ എനിക്ക് സൽക്കരിക്കണം, എന്റെ വീട്ടിൽ അന്തിയുറക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ നിങ്ങൾ അതിനെ വിട്ടേക്ക്, വെറുതെ വിട്ടേക്ക്. അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഞങ്ങൾ ഹിജ്റ പോന്നിട്ടുള്ളത്. ഈ ഒട്ടകത്തിന് റബ്ബ് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെ മുട്ടുകുത്തണോന്ന് അവിടെ അത് ഇറങ്ങുള്ളൂ, അവിടെ അത് മുട്ടുകുത്തുള്ളൂ. അതുകൊണ്ട് അതിനെ വിട്ടേക്ക്. അങ്ങനെ ആ ഒട്ടകം വന്ന് ഒരു സ്ഥലത്ത് മുട്ടുകുത്തുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അവിടെ ഇറങ്ങാൻ, അന്ന് അവിടെ താമസിക്കാൻ. പിന്നീട് അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും. ആ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. മദീനയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും നിർമ്മിച്ച പള്ളിയാണ്. ആദ്യ കാലഘട്ടത്ത് മദീനയിൽ ഇസ്ലാമിന്റെ ഭരണ സ്ഥിരാകേന്ദ്രമാണ് ആ പള്ളി. പിന്നീട് സൗകര്യത്തിന് വേണ്ടി ഇന്ന് മസ്ജിദുൻ നബവി നിൽക്കുന്ന സ്ഥലത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മാറിയെങ്കിലും എല്ലാ ശനിയാഴ്ചയും ഈ പള്ളിയിൽ വരും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടത്തേക്ക് വല്ലാത്ത ഇഷ്ടമായി ഈ പള്ളി. അവിടുന്ന് പറഞ്ഞു, ഈ പള്ളിയിൽ ആരെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവന് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട്. ഷഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ ഇറങ്ങി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും മദീനയിൽ വന്നു. മദീനക്കാരായ സ്വഹാബത്ത് മുത്തുനബിക്കും സ്വഹാബത്തിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എത്രത്തോളം എന്നാൽ സ്വന്തം തോട്ടത്തിന്റെ പകുതി മക്കയിൽ നിന്ന് വന്ന മുഹാജിറായ സ്വഹാബിക്ക് ദാനം ചെയ്യാം. തന്റെ വീടിന്റെ ഒത്ത നടുവിലൊരു മതില് കെട്ടിയിട്ട് പറയാണ്, ഇത് നിങ്ങൾക്കുള്ളതാ. മുഹാജിറായ തന്റെ സ്വഹാബിയോടുള്ള കടപ്പാട് തീർക്കാൻ. അങ്ങനെ മുത്തുനബിയെയും സ്വഹാബത്തിനെയും അകമഴിഞ്ഞ് സഹായിച്ചതുകൊണ്ട് മുത്തുനബി സ്നേഹത്തോടെ ആദരവോടുകൂടെ മദീനയിലെ സ്വഹാബത്തിനെ വിളിച്ചു അൽ അൻസാർ, സഹായിച്ചവർ എന്ന പേരിൽ. അല്ലാഹു അവരെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും സ്വർഗീയ ലോകത്ത് വെച്ച് കണ്ടുമുട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ മസ്ജിദുൽ ഖുബായിലേക്ക് ചെല്ലാൻ. നമ്മുടെ മുൻഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഈ യൂട്ടേൺ ചെയ്യുമ്പോൾ കാണാൻ കഴിയും, ലൈറ്റ് ഇട്ട് അലങ്കരിച്ച നീണ്ട ഒരു സ്ട്രീറ്റ് ഇങ്ങനെ കാണും.
ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നീണ്ടു കിടക്കുന്ന ആ സ്ട്രീറ്റ്, ലൈറ്റിട്ട് അലങ്കരിച്ച സ്ട്രീറ്റ്, ആ സ്ട്രീറ്റ് നേരെ ചെന്നെത്തുന്നത് മസ്ജിദുൻ നബവിയിലേക്കാണ്. എല്ലാ ശനിയാഴ്ചയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരാറുണ്ടായിരുന്ന വഴിയാണ്. ഇത് നല്ല അലങ്കരിച്ച് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ട്രീറ്റ് ആണ്. 5 ദിവസത്തെ യാത്രയിൽ നമ്മൾ ഇതിലെങ്ങനെ നടത്തിക്കൊണ്ടുവരാറുണ്ട് ആളുകളെ. ഒരു 4 കിലോമീറ്റർ നടന്നു വന്നാൽ ഇങ്ങോട്ട് എത്താൻ കഴിയും. ഈ പള്ളിയുടെ മുൻഭാഗത്ത് ഒരു കിണറുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് കിണർ നമുക്ക് അവിടെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ചിന്റെ കൂടെ ഇങ്ങനെ വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ അവിടെ വെച്ചിട്ട് പറയാം. പ്രത്യേകിച്ച് ഇങ്ങനെയാണുള്ളത്, കാണാൻ നല്ല ഭംഗിയുള്ള പള്ളിയാണ്. വേഗം ചെല്ലാം. 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം, 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം ആ പള്ളിയുടെ ഏറ്റവും സെന്ററിലുള്ള കുബ്ബക്ക് താഴെ പോയിട്ട് നിസ്കരിക്കാം. വേഗം ദുആ ചെയ്ത് പുറത്തേക്ക് വരാം. عجوة ليلو. അതിന്റെ ബാക്ക് സൈഡിലാണ് ഉപനിസ്കരിച്ച പള്ളിയുള്ളത്. അങ്ങനെ ഉള്ള സമയത്തൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിലെ കുറച്ച് നടന്നാൽ അവിടെ ആ പള്ളി കാണാൻ കഴിയും. അങ്ങനെ വന്ന് ഒട്ടകം മുട്ടുകുത്തിയത് ഏകദേശം ഈ ഭാഗത്താണ്. ഒട്ടക്കാരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീടുണ്ടായിരുന്നത് അവിടെയാണ്. അവിടെ താമസിച്ചു. പിന്നീട് പള്ളി ഉണ്ടാക്കി. ആ പള്ളി ഏകദേശം ഈ കുബ്ബ നിൽക്കുന്നുണ്ടല്ലോ, ഏകദേശം ഇതിന്റെ താഴെയുള്ള ചെറിയൊരു പള്ളിയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിസ്കരിക്കുമ്പോൾ ഇതിന്റെ താഴെ പോയിട്ട് നിസ്കരിക്കാം. ഒന്നുകൂടെ മൂടിയതാണ്. കുറച്ച് വലിയൊരു കിണറാണ്, അത് മൂടിയിട്ടതാണ്. ഇതിന്റെ പ്രത്യേകത, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ കിണറിന്റെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. സിദ്ദീഖ് തങ്ങളും നബി തങ്ങളെടുത്ത് ഇങ്ങനെ ഈ കിണറിന്റെ ചാരത്തിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ തങ്ങൾ വന്നു, മഹാനവറുകളും അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്മാൻ തങ്ങൾ വന്നു, മഹാനവറുകളും അവിടെ ഇരുന്നു. ഈ 3 പേർക്കും ഈ ഇരുത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാം. നിങ്ങൾക്ക് 3 ആൾക്കും സ്വർഗമുണ്ട് എന്ന് സ്വർഗത്തിന്റെ ടിക്കറ്റ്, ആ സന്തോഷം കൊടുത്ത സ്ഥലം ഈ കിണറിന്റെ അടുത്താണ്. ഇവിടെ ഏകദേശം ഇങ്ങനെ ഇതിന് താഴെ കുറച്ച് വലിയ കിണറാണ്. ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടമാണ്, ഖലീഫയാകുന്ന കാലഘട്ടം. അന്ന് മഹാനവറുകൾ ഒരിക്കൽ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ വല്ലാത്ത സന്തോഷം കിട്ടിയൊരു സ്ഥലമാണല്ലോ. ആ പഴയ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു. അന്ന് ഉസ്മാൻ തങ്ങളെ കയ്യിലൊരു മോതിരമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന മോതിരം. ആ മോതിരം ഈ കിണറ്റിലേക്ക് വീണു. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. 2 ദിവസം രാവും പകലും നിന്ന് ഇതിലെ വെള്ളം വറ്റിച്ചത് തെരഞ്ഞു നോക്കിയത് കിട്ടിയില്ല. ആ കിണർ ഇതാണ്. അപ്പോൾ അത് മൂടിയിട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ ഇത്ര പ്രധാനപ്പെട്ട് കാണാനുള്ളൂ. ഇനി നമ്മൾ വേഗം
വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ശബ്ദമുയർത്തി സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ അദബ് പാലിക്കണം എന്ന് ചുരുക്കം. നമ്മുടെ നാട്ടിൽ ചൊല്ലി आपका फायदा हो जाएगा। ഗേറ്റ് നമ്പർ ഓർത്ത് വെക്കുക. നാളെ മടങ്ങി വരാനുള്ള ഗേറ്റ് നമ്പറും അത് തന്നെയാണ്. 333 ഗേറ്റിലൂടെ ഹറമിൽ കയറും. എന്നിട്ട് പള്ളിയുടെ 19ാമത് ഡോറ് 19ാമത് ഡോറില് വുളുവൊക്കെ എടുത്തതിന് ശേഷം അതിനുള്ളിൽ കയറിയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ വരും. നമുക്ക് ഒരുമിച്ച് മഗ്‌രിബും ഇശാഉം ജംഉം കസ്റാക്കി നിസ്കരിക്കണം. നിലാവിന്റെ ഒളിവായി നിലങ്ങാണ ഉയിരേ മദീനത്തെ പൂവേ യാ റസൂലേ സലാം റഹീ വാഴും ജീവേ യാ ഹുസൂറേ സലാം മദീനത്തെ പൂവേ യാ റസൂലേ സലാം റഹീ വാഴും ജീവേ യാ ഹുസൂറേ സലാം കാമിലരെ കാരണമേ കനിവിന്റെ കാതലേ നേരുതിരും യോറതിനെ നേരിച്ച ദൂതരേ അഗനിധിയെ അധിപതിയെ യാ ഹബീബേ സലാം മദീനത്തെ പൂവേ യാ റസൂലേ സലാം റഹീ വാഴും ജീവേ യാ ഹുസൂറേ സലാം മീമില്ല അഹ്മദിലെ അഹദാനവരെ മിഅ്റാജ് അജബേറും മിഫ്താഹവരെ ഖൈറില്ല മരുമണ്ണി ഫലമായവരെ സൈഫുല്ലാഹ് രണഭൂമി ബലമായോരെ നിഴലില്ല ശംസ് നിറമാണ് സയ്യിദ് നിജമാകും ഇൻസ് നീനാൽ മുഹമ്മദ് അങ്ങുടയോന്റെ കരമാകും തെളിവായി വന്നു വന്നകിലോർക്കും തണലേകി തുണയായി നിന്നു മദീനത്തെ പൂവേ യാ റസൂലേ സലാം നീ വാഴും ജീവേ യാ ഹുസൂറേ സലാം
മദീനത്തെ പോവേ യാ റസൂലേ സലാം മഹി വാഴും ജീവേ യാ ഹുസൂറേ സലാം ഇലാഹിന്റെ നമുക്ക് വരിക കാരണം നമുക്ക് ലാസ്റ്റ് സിയാറത്തിന് പോകട്ടെ. ഓരോ കാലഘട്ടത്തിൽ വിപുലീകരണമാണ്. അവസാനമായി ഉസ്മാനിയ ഖലീഫയുടെ കാലത്തുള്ള വിപുലീകരണം ഇവിടെ വരെയില്ല. അതിനുശേഷമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ നടുമുറ്റാണ് ഈ കാണുന്ന പുഴയൊക്കെ സ്ഥലം. ওই ব্যাগের মধ্যে আমার ব্যাগ আছে, ছোট একটা ব্যাগ নেই, মানে একটা নেসলি দেখা যাচ্ছে সবগুলো পার হয়ে যাবে। ছোটটা নিয়ে যত খুলে ছোটটা ব্যাগ নিয়ে যাও। Sì, basta. രണ്ടാമത്തെ റൂം സെന്ററിലുള്ള റൂം. ആ റൂമില് ഗ്രില്ലിന് വലിയ ഒരു ഒരു ഹോളുണ്ട്. അതിന്റെ പിന്നിലാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത്. അവിടെ എത്തുമ്പോ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മനസ്സ് തട്ടി സലാം പറയണം. വെറുതെ ഞാൻ സലാം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എന്റെ സലാം എന്റെ ഹബീബ് കേൾക്കുന്നുണ്ട്. മുത്തുനബിയെ ഞാൻ കാണുന്നില്ല, അത് എന്റെ കുറവാണ്. കാണാൻ കഴിയുന്ന ആളുകളൊക്കെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അഹ്മദുൽ കബീർ തങ്ങളെ കൈപിടിച്ച് മുത്തിയിട്ടുണ്ട്. അപ്പൊ മുത്തുനബി എന്നെ കാണുന്നുണ്ട് എന്ന യഖീനില് അദബില് അവിടുന്ന് സലാം പറയണം. തൊട്ടപ്പുറത്ത് ചെറിയൊരു ഹോള് കാണാം. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയാണ് വഫാത്തായി കിടക്കുന്നത്. ഖബർ ഷരീഫ് അവിടെയുള്ളത്. ആയിഷ ബീവിയുടെ വീട്ടിലാണ് മുത്തുനബി വഫാത്തായി കിടക്കുന്നത്. ആയിഷ ബീവിയുടെ ഉപ്പയാണ് സിദ്ദീഖ് തങ്ങൾ. മഹാനവറുകളും തൊട്ടടുത്തുണ്ട്. സിദ്ദീഖ് തങ്ങൾ വഫാത്താവാൻ കിടക്കുമ്പോ അവിടുന്ന് വസിയത്ത് ചെയ്തു, ഞാൻ വഫാത്തായാൽ എന്റെ മയ്യത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് കൊണ്ടുപോയി വെക്കണം, എന്നിട്ട് സമ്മതം ചോദിക്കണം എന്നെ ഇവിടെ മറവ് ചെയ്യട്ടെ എന്ന്. അവിടുന്ന് സമ്മതം കിട്ടിയാൽ മാത്രം എന്നെ മറവ് ചെയ്താൽ മതി. വഫാത്തിന് ശേഷം അതുപോലെ കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് ചോദിച്ചു, ഹബീബേ ഇവിടെ മറവ് ചെയ്യട്ടെ?
അദ്ഖിലൽ ഹബീബ അലൽ ഹബീബ് അല്ലെങ്കിൽ ഇലൽ ഹബീബ്. ആ ഖബർ ഷരീഫ് എന്ന് ശബ്ദം കേൾക്കുക സ്വഹാബത്തൊക്കെ. എന്റെ ഹബീബിനെ എന്നിലേക്ക് ചേർത്ത് വെച്ചോളൂ. ആ സമ്മതം കിട്ടിയത് പ്രകാരമാണ് അവിടെ മറവ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ എത്തുമ്പോ സിദ്ദീഖ് തങ്ങൾക്ക് സലാം പറയണം. അതേ റൂമിൽ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു ചെറിയ ഓട്ട കൂടി കാണാം. അതിന്റെ പിന്നിലാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നുള്ളത്. മഹാനവറുകൾക്കും സലാം പറയണം. ഉമർ തങ്ങളെ വഫാത്താകാൻ കിടക്കുമ്പോ ആയിഷ ബീവിന്റെ അടുത്ത് കാളെ പറഞ്ഞു, എനിക്കും അവിടെ ഒന്ന് കിടക്കാനുള്ള സമ്മതം തരുമോ? ആയിഷ ബീവിന്റെ വീടാണല്ലോ. അങ്ങനെ ആയിഷ ബീവി സമ്മതം കൊടുത്തിട്ട് അവിടെ മറവ് ചെയ്തു. ആയിഷ ബീവി പറയുന്നുണ്ട്, ഉമർ തങ്ങൾ അവിടെ മറമാടിയതിനു ശേഷം പിന്നെ ഞാൻ ഔറത്ത് മറച്ചിട്ടല്ലാതെ അങ്ങോട്ട് പോയിട്ടില്ല. ശരീരം മുഴുവൻ മറച്ചിട്ടല്ലാതെ. കാരണം അതുവരെ ഉണ്ടായിരുന്നത് ഭർത്താവും ഉപ്പയുമാണ്. ഇപ്പൊ ഉമർ തങ്ങൾ വന്നിട്ടുണ്ട്, അന്യപുരുഷനാണ്. ചുരുക്കത്തിൽ അവിടെ എത്തുമ്പോ ഈ 3 പേർക്കും സലാം പറയാം. കൂടുതൽ നേരം അവിടെ നിൽക്കാൻ കഴിയൂല. കിട്ടുന്ന സമയം മാക്സിമം അവിടെ ഉപയോഗപ്പെടുത്തുക. ഒരു പ്രാവശ്യം സലാം പറഞ്ഞു കഴിഞ്ഞു വന്നാൽ വീണ്ടും പോകാം. എത്ര സമയം അവിടെ നിൽക്കാൻ കഴിയുമോ മാക്സിമം നിൽക്കുക, ദുആ ചെയ്യുക. അതുപോലെ റൗള മാ ബൈന ബൈതി വ മിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഖബർ ഷരീഫിന്റെയും എന്റെ മിമ്പറയുടെയും ഇടയിലുള്ള സ്ഥലം ഭൂമിയിലെ സ്വർഗ്ഗമാണ്. ഭൂമിയിലെ സ്വർഗ്ഗമാണ്. അവിടെ കയറി 2 റക്അത്ത് നിസ്കരിക്കണം. പെർമിറ്റ് കിട്ടിയ ആളുകള് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തുന്ന സ്ഥലം എല്ലാം കൂടി റൗളയല്ല, ഇതുപോലെ അത് വിശാലമാക്കിയിട്ടുണ്ട് തിരക്ക് കുറയാൻ വേണ്ടിയിട്ട്. കേവലം 4 തൂണുകൾക്കിടയിലുള്ള സ്ഥലം മാത്രമേ റൗള ഉള്ളൂ. അതുകൊണ്ടാണ് ആളുകൾക്ക് പെർമിറ്റ് കിട്ടാൻ പ്രയാസം. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്കും ഇതിൽ കയറി നിസ്കരിക്കാൻ അവസരം കിട്ടണ്ടേ? അതാണ് ഇത്ര തിരക്ക്. അപ്പൊ കിട്ടിയ ആളുകൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ ചുവപ്പ് പില്ലറുകളിൽ ചുവപ്പ് ലൈനുള്ള സ്ഥലമാണ്, അതൊക്കെ നോക്കാൻ പ്രയാസമായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് 2ാമത്തെ സുഫിൽ നിൽക്കുക. അത് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനോട് ചേർന്ന് നിൽക്കുക. എന്നിട്ട് മാക്സിമം അവിടെ നിസ്കരിക്കുക. നിസ്കാരത്തിനായി നിന്നാൽ അവർ നാട്ടി പറഞ്ഞേക്കൂല, അല്ലെങ്കിൽ വേഗം നാട്ടി പറഞ്ഞേക്കും. എന്നിട്ട് ദുആ ചെയ്യുക. ദ്വാരിക്കുമ്പോ എല്ലാവർക്കും വേണ്ടി ദ്വാരിക്കണം. പെർമിറ്റ് കിട്ടിയ ആളുകൾക്കും ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ദ്വാരിക്കണം. നിങ്ങളൊക്കെ മനസ്സിൽ നിയ്യത്ത് വെച്ചിട്ടുണ്ട് റൗള കിട്ടാൻ. ആ നെയ്യത്തിന് റബ്ബ് പ്രതിഫലം നൽകും. റബ്ബിന്റെ കലാലൊക്കെ കിട്ടുള്ളൂ. അതേസമയം നമ്മൾ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട്, റബ്ബ് അതിന് പ്രതിഫലം നൽകും. അല്ലാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് ചെയ്യട്ടെ. കിട്ടിയ ആളുകൾ നല്ലോണം ദ്വാരക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നിങ്ങളുടെ ദുആയിൽ സാധുവായ എനിക്കൊരിടം തരണം. അത് മാത്രമേ പറയാനുള്ളത്, വേറൊന്നും ചോദിക്കാനില്ല. നിങ്ങളുടെ ദുആകളിൽ അതിൽ ആരെങ്കിലും ഒരാളുടെ ആമീൻ സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ, ഞാൻ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മയൊക്കെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഈമാൻ റബ്ബ് കാമിലാക്കി തരുമാറാവട്ടെ. 365ാമത്തെ ഗേറ്റ്, അവിടെയാണ് ജന്നത്തുൽ ബഖീഅ ഉള്ളത്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഹലീമ ബീവി, ഫാത്തിമത്തു സഅദിയ, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള മുത്തുനബിയുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, അവിടുത്തെ പെൺമക്കൾ റുഖിയ ബീവി അടക്കമുള്ള പെൺമക്കൾ, അവിടുത്തെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, മുത്തുനബിയുടെ അമ്മായികൾ സുമുസ്ലിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള അമ്മായികൾ, അതുപോലെ തന്നെ മാലിക് റളിയല്ലാഹു അൻഹു, നാഫി റളിയല്ലാഹു അൻഹു, ഹർറാഷ് ഹോദാക്കൾ തുടങ്ങി ഒരുപാട് മഹാന്മാർ അതിൽ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യല്, റബ്ബേ ആ ജന്നത്തുൽ ബഖീഇന്റെ ഒരു മൂല കിട്ടിയാൽ ഞാൻ സന്തുഷ്ടനാ. എത്ര വലിയ സന്തോഷമുള്ള കിടത്തായിരിക്കും ഇവിടെ നിന്ന് മരിച്ചു കിട്ടിയാൽ. മുത്തുനബിന്റെ ചാരത്ത്, എത്ര മഹാന്മാരുടെ ചാരത്ത് സ്വർഗ്ഗോർപ്പ. ഈ മദീന ബോർഡറിന്റെ ഉള്ളിൽ എവിടെ മരിച്ചാലും അവിടെ കൊണ്ടുവരും. അല്ലാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇല്ല എങ്കിൽ നാട്ടിൽ കുടുംബത്തോടൊപ്പം സന്തോഷത്തിൽ മരിക്കാൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോ സങ്കടം വന്നാലും ഓടി ചെല്ലുന്നത് ജന്നത്തുൽ ബഖീയിലേക്കാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചില രാത്രികളിൽ മുത്തുനബിയെ കാണാതാകും. അന്വേഷിച്ചു തന്നു നോക്കുമ്പോ ജന്നത്തുൽ ബഖീയിൽ ഒറ്റക്കിരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ടാകും. ആ ജന്നത്തുൽ ബഖീ 365-ാമത്തെ ഗേറ്റിന്റെ അവിടെയാണുള്ളത്. നാളെ നമുക്ക് അവിടെ കയറാൻ സമയം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നു രാത്രി തന്നെ അവിടെ കൂട്ടായിട്ട് ദ്വാരക്കാരെന്ന് ഇവർ സമ്മതിക്കൂല. ഓരോരുത്തരും പോയിട്ട് ഇങ്ങനെ 365 ഗേറ്റിന്റെ അവിടെ പോയി ഒരു യാസീനെ കോതിയിട്ട് ആ മഹാന്മാരുടെ പേരിൽ മുഴുവൻ ഹദിയ ചെയ്ത്, ആയിഷ ബീവി ഉണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, ഫാത്തിമ ബീവി ഉണ്ട്, ഇവർക്കൊക്കെ ഹദിയ ചെയ്ത് നല്ലോ ദുആ ചെയ്യാം. സലാം പറഞ്ഞ് പുറത്തിറങ്ങിയാൽ ഇന്ന് രാത്രി നമുക്ക് അവിടെ റൂമില്ല, പള്ളിയിൽ ഇഅ്തികാഫിരിക്കണം. 1,000 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പള്ളിയാണ് മസ്ജിദുൻ നബവി. അപ്പൊ ഈ പള്ളിയിൽ അല്ലാഹു തആലാക്ക് ഇഅ്തികാഫിനെ ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ച് അവിടെ ഇരിക്കുക, കിടക്കുക, അതിനൊന്നും പ്രശ്നമല്ല. ഇഅ്തികാഫിന്റെ പ്രതിഫലം ലഭിക്കും. സുബഹി നിസ്കരിച്ച ഉടനെ നേരെ എവിടെയാണോ നമ്മൾ ബസ് ഇറങ്ങുന്നത് അവിടേക്ക് തന്നെ തിരിച്ചു വരാം. എന്നിട്ട് അവിടെ ഹോട്ടലിൽ നിന്ന് രാവിലത്തെ നാസ്തയും കഴിച്ചിട്ട് നമ്മൾ മടങ്ങും. കൃത്യം 6:00 തന്നെ നമുക്ക് മടങ്ങേണ്ടതുണ്ട്. ഇപ്പൊ സുബഹി നിസ്കരിച്ചാൽ നേരെ അങ്ങ് തിരിച്ചു പോരാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആദിയൗവൽ മൈദരായി പടച്ചു വെച്ച മുഹമ്മദാ, ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വിധി ഏതല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഭൂമിക്കോമീതെ പാപികളായി വാണിടുന്ന ഞങ്ങളെ പൂപ്പതിയാം റസൂലുള്ളാന്റെ കാവലേത് റബ്ബന. മരണമെന്ന ശരണക്കേട് തരണം ചെയ്യും നാളില് മന്നവാനിൻ റസൂലുള്ളാന്റെ കാവലേത് റബ്ബന. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആറ്റലായൊരു അഷ്റഫുൻ നബി പാടിടുന്നിവർ ആശയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിലോട്ട് കടന്നു ചെല്ലുമ്പോ, ബാബു സലാമിലൂടെ കടന്നു ചെല്ലുമ്പോ ആദ്യം നമുക്ക് കാണാം വെള്ളപ്പരവതാനി വിരിച്ച കുറച്ച് സ്ഥലം. എല്ലായിടത്തും ചുവപ്പ് കാർപ്പറ്റാണ്, വെളുപ്പ് കാർപ്പറ്റില് ചിത്രപ്പണിയുള്ള ഒരൽപ്പ സ്ഥലം കാണാം. ആ സ്ഥലമാണ് ലോകത്തിലെ സ്വർഗം, ഭൂമിയിലെ സ്വർഗം. മാബൈന ബൈതീവ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന.
സ്വർഗത്തിലെ ഭൂമിയിലെ സ്വർഗത്തിൽ നിൽക്കാൻ കഴിയണം മുസ്ലിമേ. കണ്ണ് നിറഞ്ഞു പോയി 2 റക്അത്ത് നിസ്കരിച്ച സ്ഥലമാണ്. ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? ഭൂമിയിലൊരു സ്വർഗമുണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഖബറ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, മീസാൻ കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, ഹിസാബ് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, സിറാത്ത് കഴിഞ്ഞിട്ടുള്ള സ്വർഗമല്ല, നന്മതിന്മകൾ തൂക്കിയതിനു ശേഷമുള്ള സ്വർഗമല്ല. എന്റെ സഹോദരങ്ങളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ധ്രുവത്തൊപ്പിയണിഞ്ഞ നൈനിറ്റാളിലല്ല, ആപ്പിളുകൾ തൂങ്ങിക്കിടക്കുന്ന കാശ്മീരിന്റെ സിയാച്ചിൻ മലനിരകളിലല്ല, മിസിസിപ്പിയിലല്ല, യൂറോപ്പിലല്ല, ലണ്ടനിലല്ല, സാൻ ഫ്രാൻസിസ്കോയിലല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ, ഭൂമിയിലൊരു സ്വർഗമുണ്ടത്രേ. ആ സ്വർഗം എവിടെയെന്നറിയുമോ? ആ സ്വർഗം എവിടെ നിന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ, എന്റെ പ്രവാചകൻ, എന്റെ നേതാവ് നാളെ സിറാത്തിലെ കൈപിടിക്കേണ്ട, നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചാനയിച്ചു പോകേണ്ട ഹൗലിന്റെ നായകനെ, വസീലയുടെ നായകനെ, മഖാമ് മഹമൂദിന്റെ നായകനെ, അല്ലാഹുവിന്റെ റസൂൽ വുളു എടുത്തിട്ട് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് പോയ സ്ഥലം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകത്തൊരു പ്രവാചകൻ ജീവിച്ചിരുന്നു. ആ പ്രവാചകൻ വാണ്ട് കേട്ടപ്പോൾ വുളു എടുത്തിട്ട് പള്ളിയിലോട്ട് കയറിപ്പോയ സ്ഥലം, ആ പ്രവാചകന്റെ പാദം പതിഞ്ഞ സ്ഥലം. ആ സ്ഥലം എന്താ എന്നറിയുമോ? അല്ലാഹു പറഞ്ഞു, ഇത് ഭൂമിയിലെ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. ഒരു പ്രവാചകൻ നടന്ന സ്ഥലം പോലും സ്വർഗമായി മാറി. ആ ഭൂമിയിലെ സ്വർഗത്തിലൊന്ന് നെറ്റിവെക്കാൻ, അവിടെ 1-2 റക്അത്ത് നിസ്കരിക്കാൻ വെള്ളക്കാരൻ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ, അറബികൾ തിരക്ക് കൂട്ടുന്നത് കാണുമ്പോ ഞാൻ ഓർത്തുപോയി, ഇവിടെ തിരമാല ഒഴുകുമോ? ഇവിടെ തിരമാല ഒഴുകുമോ? ആളുകളുടെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊടുകുന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, അല്ലാഹുവേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൂങ്കാവനം, വബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ആ സ്വർഗ പൂന്തോപ്പ് കഴിഞ്ഞാല് വലത് ഭാഗത്തൊരു മിമ്പർ കാണാം. അള്ളാഹുവിന്റെ റസൂല് ഖുത്ബ നിർവഹിച്ച മിമ്പർ, അള്ളാഹുവിന്റെ റസൂല് കയറി നിന്ന മിമ്പർ. അത് കഴിയുമ്പോൾ ഒരു സ്വർണത്തിന്റെ കളറുള്ള കൂടാരം കാണാം. ആ കൂടാരത്തിന്റെ ഭാഗത്തോട്ട് കടന്നു ചെല്ലുമ്പോ നമ്മൾ കാണാം 2 ഹോളുകൾ കാണാം. ആ ഹോളുള്ള വാതിലിന്റെ ആദ്യം കാണുന്നത് 2 ഹോളാണ്. അതിന്റെ മുകൾ ഭാഗത്ത് ഖുർആൻ ഒരായത്ത് എഴുതി വെച്ചിട്ടുണ്ട്, വകാന മുഹമ്മദുൻ നബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറയാനുള്ള ആവേശത്തോടെ കടന്നു ചെല്ലുമ്പോ ആദ്യം ഒരു ഗ്രില്ല് കാണാം. ആ ഗ്രില്ലിന് ഒരാളുടെയും ഖബറില്ല, അവിടെ ഒരാളെയും അടക്കം ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ഗ്രില്ലിലാണ് പ്രവാചകനെ ഖബറടക്കിയിരിക്കുന്നത്. ആദ്യം ഒഴിച്ചിട്ടിരിക്കുന്ന ഗ്രില്ലിന്റെ ഭാഗം, അവിടെയാണ് ഈസാ നബിയെ ഖബറടക്കം ചെയ്യാൻ ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമെന്ന്. ആദ്യം കാണുന്ന ഗ്രില്ലിന്റെ ഭാഗത്താണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ ഖബറടക്കാൻ റസൂലുള്ളാഹിയുടെ ചാരത്ത് സ്ഥലവും എടുത്തിട്ടിരിക്കുന്നു. ഈസാ നബി അവിടെയാണ് ഖബറടക്കുന്നതെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം